റോഡ്രി 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 ഇതാണ് ഇപ്പോഴത്തെ ഫുട്ബോൾ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. പുള്ളി എങ്ങോട്ട് പോവും? അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. എൻ്റെ ആഗ്രഹത്തിൽ പുള്ളിക്കാരൻ റയലിലേക്ക് വരണം എന്നായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് പുള്ളി ബാഴ്സയിലേക്ക് പോകാനാണ് വളരെയധികം ചാൻസ് ഉള്ളത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പുള്ളിയും ബാഴ്സലോണയും തമ്മിലുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി സിറ്റിയും ബാഴ്സയും തമ്മിലുള്ള കാര്യങ്ങളും കൂടിയേ ബാക്കിയുള്ളൂ. 45 മില്യൺ പ്ലസിലൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ എൻ്റെ പൊന്നു മോനെ അത് വല്ലാത്തൊരു ഡീലായിരിക്കും. എന്നാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല റയലിൻ്റെ റഡാറിലുള്ള ഒരു പ്ലെയറെ ബാഴ്സ ഹൈജാക്ക് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും ഹൈജാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇതൊരു കിടിലൻ ഡീലായിരിക്കും. കാരണം റോഡ്രിനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ലല്ലോ. നിലവിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ അദ്ദേഹം, ബലന്തിയോർ വിന്നർ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്പെയിന് കപ്പ് ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മനുഷ്യൻ. അയാളൊക്കെ ബാഴ്സയിൽ വന്നു കഴിഞ്ഞാൽ ബാഴ്സേൻ്റെ മിഡ്ഫീൽഡ് ഒരു രക്ഷയുണ്ടാവില്ല. ഒരു കമൻട്രി ഉണ്ടല്ലോ, റോഡ്രി പെഡ്രി പെഡ്രി റോഡ്രി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ബാഴ്സ സൈൻ ചെയ്യുകയാണെങ്കിൽ അത് റയലിനൊരു അടി തന്നെയാണ്. റയലിന് നല്ല പ്ലേയേഴ്സ് ഉണ്ട്, ചൊമേനിനെ പോലത്തെ കിടിലൻ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ റോഡ്രിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനേന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ വിനീഷ്യസ് റയലിൽ തുടരും, അത് ഞങ്ങൾക്കൊരു പോസിറ്റീവാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? റോഡ്രി എങ്ങോട്ട് പോവും? എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ വിക്കി ബ്രോ. ബൈ ബൈ.